ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന് പറയപ്പെടുന്ന വന്ദേ ഭാരതിന്റെ വേഗത 160 പെർ അവർ ആണ്. എന്നാൽ ചൈനയിലെ ഹൈസ്പീഡ് ട്രെയിനുകളുടെ നോർമൽ വേഗത 340 ടു 380 പെർ അവർ വരെയാണ്. അതുപോലെ ഈ ട്രെയിനുകളുടെ മാക്സിമം സ്പീഡ് 470 പെർ അവറിന് മുകളിലാണ്. സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതുവരെ ഒരു ഹൈസ്പീഡ് ട്രെയിനും ഇല്ല. ആകെയുള്ളത് സെമി ഹൈസ്പീഡ് ട്രെയിനും രാഷ്ട്രീയക്കാരുടെ തള്ളും മാത്രം. ഇനി വന്ദേ ഭാരതിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ പറയപ്പെടുന്ന 160 പെർ അവറിന് പകരം പലയിടങ്ങളിലും ഓടുന്നത് 110 പെർ അവറിന് താഴെയാണ്. കേരള സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച കേരളത്തിന്റെ കാര്യം എടുത്ത ആ ട്രെയിൻ പ്രോമിസ് ചെയ്യുന്ന വേഗത വെറും 200 പെർ അവർ മാത്രം. അതുപോലെ ഇനി വരാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊന്ന് ഓടിത്തുടങ്ങാൻ നമ്മൾ മിനിമം 2026 വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. സെയിം പ്രോജക്റ്റ് തന്നെ നമ്മളൊന്ന് ഇന്ത്യയിൽ മൊത്തം ഫുള്ളി കംപ്ലീറ്റഡ് ആയി കാണാൻ 2050 വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. എന്തായിരിക്കും നമ്മുടെ രാജ്യം ഇത്ര വേഗത കുറഞ്ഞ് സഞ്ചരിക്കാൻ കാരണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ്